നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പാർക്കിങ്ങുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള പാർക്കിങ്ങുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിംഗ് മാളിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. ഒരു പാർക്കിങ്ങിൽ നിന്ന് പതിയെ റിവേഴ്സ് എടുക്കുന്നു. അപ്പോഴും പ്രാക്ടിക്കലി ചെക്ക് ചെയ്തിട്ട് മാത്രമേ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഞാനിത് പതിയെ റിവേഴ്സ് എടുത്തു, പതിയെ റിവേഴ്സ് എടുക്കുന്നു. ഇതാ ഒരു പാർക്കിങ്ങിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് നിങ്ങൾ കണ്ടത്. പുറത്തേക്ക് ഇറങ്ങി ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. മുന്നോട്ടേക്കാണ് പോകുന്നത്. സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി മുന്നോട്ടേക്ക് പോകുന്നു. കണ്ടില്ലേ, ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് റൈറ്റ് ടേൺ എടുക്കുന്നത്. കണ്ടില്ലേ, റൈറ്റിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വന്നു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ പലതരത്തിലുള്ള പാർക്കിങ്ങുകളുണ്ട്. ഇപ്പം പിന്നെ എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ഈ വണ്ടിയുടെ ഇപ്പുറം നമുക്ക് പാർക്ക് ചെയ്യണം. കണ്ടില്ലേ, ഒരുപാട് കോളംസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പതിയെ വണ്ടി എടുക്കുക. എടുത്തിട്ട് വണ്ടിയുടെ മിറർ ഏകദേശം നമ്മുടെ പാർക്ക് ചെയ്യേണ്ട ആ ഒരു സ്പേസിൻ്റെ ഫസ്റ്റ് ലൈനിലേക്ക് എത്തിക്കഴിയുമ്പോൾ മിറർ നോക്കുക. നിങ്ങൾ മിറർ ആ ഫസ്റ്റ് ലൈനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുക. സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് പതിയെ നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് കയറ്റാം. വളരെ ഈസി ആയിട്ട് കയറ്റാം. നമുക്കിങ്ങനെ മുന്നോട്ടേക്ക് പോവുക. മുന്നോട്ടേക്ക് പോയിട്ട് നമ്മുടെ മിററിൻ്റെ ഭാഗം, അതായത് ലെഫ്റ്റിലേക്കാണ് തിരിക്കേണ്ടതെങ്കിൽ ലെഫ്റ്റ് മിറർ ആ ഒരു പാർക്കിംഗ് സ്പേസിൻ്റെ ഫസ്റ്റ് ലൈനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫുള്ളായിട്ട് തിരിച്ചിട്ട് നമുക്ക് പാർക്കിങ്ങിലേക്ക് കയറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കയറ്റിയത് നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ബസ്സുകളൊക്കെ വരുന്നുണ്ട്, ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് റിവേഴ്സ് എടുക്കുകയാണ്. റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒന്നും തിരിക്കേണ്ട കാര്യമില്ല. പതിയെ ബാക്കിലേക്ക് എടുക്കുക. പതിയെ ബാക്കിൽ ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പതിയെ ബാക്കിലേക്ക് എടുത്തു. ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്, അപ്പം അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ പതിയെ ബാക്കിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് എങ്ങനെയാണ് കയറ്റുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടി ബാക്കിലേക്ക് എടുക്കുന്നു. ഇത്ര ബാക്കിലേക്ക് എടുത്തതിന് ശേഷം ഏകദേശം വണ്ടി പകുതി പുറത്തിറങ്ങി ആ ഒരു പാർക്കിംഗ് സ്പേസിൽ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. കണ്ടില്ലേ, പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് ഞാൻ സ്റ്റഡി ആക്കിക്കൊണ്ട് മുന്നിലേക്ക് എടുക്കുന്നു. നോക്കി നിങ്ങൾ, സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി പതിയെ മുന്നിലേക്ക് എടുക്കുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു പാർക്കിംഗ് സ്പേസിലേക്ക് ഞാൻ കയറ്റാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ, റൈറ്റ് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റൈറ്റ് സൈഡിൽ ചേർത്ത് പോവാം. ലേശം ഒന്ന് വിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത്. നോക്കുക നിങ്ങൾ, ഞാനിപ്പം ലെഫ്റ്റിലേക്ക് ഒരു പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പോകുന്നത്. ഇവിടെ ഈ ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മിറർ അവിടെ കറക്റ്റ് എത്തിയിട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ലൈനിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഫുള്ളായിട്ട് ടേൺ ചെയ്യുന്നു. ഫുള്ളായിട്ട് ടേൺ ചെയ്ത് ഈ ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് കയറ്റുന്നു. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു പോക്കറ്റിൽ 2 ലൈൻ ഉണ്ട്. ആ ലൈനിൽ നമ്മൾ ആദ്യത്തെ ലൈന് നോക്കുക, അതിന് നേരെ നമ്മുടെ വണ്ടിയുടെ മിറർ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ടേൺ ചെയ്യുക. അപ്പം ഇവിടെ കുറേ ലൈനുകൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ബോർഡർ ലൈനും കാണാം. ആ ബോർഡർ ലൈനിന് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വന്നിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും ഇത് നന്നായിട്ട് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചൊന്ന് റൈറ്റ് ചേർത്തിട്ട് വന്നിട്ട് ടേൺ ചെയ്യുക. എന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാർക്കിങ്ങുകളിലേക്ക് ടേൺ ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഞാൻ ഇവിടുന്ന് വീണ്ടും ബാക്ക് എടുക്കുകയാണ്. ബാക്ക് എടുക്കുന്ന സമയത്തൊന്നും സ്റ്റിയറിംഗ് തിരിക്കേണ്ടതില്ല, നേരെ ബാക്കിലേക്ക് പോവാം. സ്റ്റഡിയാക്കി വെച്ച സ്റ്റിയറിംഗ് ആണ്, നേരെ ബാക്കിലേക്ക് പോവാം. വണ്ടിയുടെ പകുതിയോളം പാസ്സായി നാകുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇതേപോലെ സ്റ്റിയറിംഗ് തിരിക്കുക. സ്റ്റിയറിംഗ് തിരിച്ചു ഡ്രൈവ് മോഡാക്കി വീണ്ടും മുന്നിലേക്ക് പോവാണ്. നോക്കി നിങ്ങൾ, ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഈ ഒരു പാർക്കിങ്ങിലേക്ക് എങ്ങനെയാണ് കയറ്റുന്നത് നിങ്ങൾ നോക്കുക. വണ്ടി ഞാൻ കുറച്ച് ബാക്കിലേക്ക് എടുക്കുന്നു. ബാക്കിലൊരു ബസ് ഉണ്ട്. ബാക്കിലൊരു ബസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇവിടുന്ന് നോക്കുക, ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിലേക്ക് ആ മിറർ എത്തിക്കഴിയുമ്പോൾ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. നോക്കി, വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇതേപോലെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് വണ്ടി ഇവിടെ സ്മൂത്തായിട്ട് വന്നിട്ട് പാർക്ക് ചെയ്തു.
അപ്പോൾ നിങ്ങളിത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് പാർക്ക് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഇതായിട്ട് പാർക്ക് ചെയ്തു. ഞാൻ പുറത്തുനിന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഞാൻ വണ്ടി ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തുനിന്ന് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ സ്പേസിലും പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ വണ്ടി. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്